നോക്കാം. ഇനി നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, നെക്സ്റ്റ് ടൈം നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തായിരിക്കും പറയുന്നുണ്ടാവുക എന്ന്. ഓക്കെ, എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഏത് കാർഡ് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക കേട്ടോ. കാരണം മിക്സ്ഡ് എനർജീസ് ആയിരിക്കും വരുന്നത്. ഡെത്ത്, ഗുഡ്. ലവേഴ്സ്, അത് പറയാതിരിക്കോ. 9 ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർട്സ്, ദ വീൽ, മൂൺ, 3 ഓഫ് വോൺസ്. ഒരു ചിലർ വളരെ ചുരുക്കം ആൾക്കാർക്ക് അവർക്ക് എബ്രോഡ് ജോലി കിട്ടിയെന്നോ ജോലി പരമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫറോ അങ്ങനെ എന്തെങ്കിലും അറിയിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്നതായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, വേറെ ചിലർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഒന്ന് പിണങ്ങി പിരിയോ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ, ഒരു ടെമ്പററി സെപ്പറേഷനിലൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, അവിടെ ആ സെപ്പറേഷന് ഒരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയും കേട്ടോ. പിന്നീട് കാണുമ്പോൾ എന്ത് പറയും? ഐ ലവ് യു പറയും. ഇത് മിക്കവാറും എല്ലാവർക്കും റെസനേറ്റ് ആവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ ഐ ലവ് യു എന്ന് പറയും. ഓക്കെ, കാരണം നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അവർക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയും. ഓക്കെ, 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയും. അവർക്ക് ജീവിതത്തിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളും കൂടി വരുമ്പോഴേ അവരുടെ ലൈഫ് മുഴുവനാവുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ അടുത്ത് അവർ കൺവേ ചെയ്യും കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയും. മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം, എപ്പോഴും ഇൻ ടച്ച് ആയിരിക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ അവരെന്നും നോക്കാറുണ്ട് എന്നെല്ലാം നിങ്ങളുടെ അടുത്ത് പറയും. 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് ചിന്തകളാണ്, ടെൻഷൻസ് ഉണ്ട് എന്ന് പറയും. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ടെൻഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. കാരണം ഇന്ന പ്രശ്നങ്ങളാണ്, ഇതിനെന്താണ് സൊല്യൂഷൻ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. കാരണം നിങ്ങളാണ് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കും. ഏസ് ഓഫ് സോർട്സ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ലൈഫിൽ ഉണ്ടായിരിക്കും. അതിൻ്റെ കൺഫ്യൂഷൻ ആയിരിക്കും 7 ഓഫ് കപ്സ്. ഓക്കെ, തീരുമാനം എടുക്കാൻ പറ്റാതെ അവർ ജഗിൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഏതാണ് ശരിയായ തീരുമാനം, ഏത് വഴിക്ക് പോയാലാണ് അത് സക്സസ് ആവുക, അങ്ങനെയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യില്ലേ, അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതൊരു ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ ഒരു ജോബ് ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്താണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയിട്ടായിരിക്കാം, ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം. ഓക്കെ, വീല് വെച്ചിട്ട് എന്ത് സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്കും ഒരു നല്ല കാലം വരും എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയും. ഓക്കെ, നല്ല കാലം, ഗുഡ് ലക്ക് നമ്മളെ ഫേവർ ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കും എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയും കേട്ടോ. മൂൺ വെച്ചിട്ട് നിങ്ങളെ കാണാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാറുണ്ട് എന്നും അവർ പറയും. നിങ്ങൾ അവരെ ഒരു കാരണവശാലും വിട്ടു പോകരുത്, അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നും അവർ പറയും കേട്ടോ. ഈവൺ അവർ ലോങ് ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിലും അവർ വരും. നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകുന്ന കാര്യം ആലോചിക്കരുത് എന്ന് അവർ പറയും. ഓക്കെ.